കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലായിരുന്നു. തങ്ങൾക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് ലഭിക്കും. ഒരു സീറ്റല്ല, തൃശ്ശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള പല സീറ്റുകൾ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 20-25% വോട്ട് നേടാൻ കഴിയുമെന്ന വലിയ രീതിയിലുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ബി.ജെ.പി രംഗത്തിറങ്ങിയെങ്കിൽ 20% വോട്ടും തൃശ്ശൂരിലെ വിജയവും ഉണ്ടായി. അപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ പിടിക്കും. അതോടൊപ്പം തന്നെ നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ പിടിക്കും. അത് നിലവിലുള്ളത് പാലക്കാടും പന്തളവുമാണെങ്കിൽ അത് കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും തലശ്ശേരിയും നെയ്യാറ്റിൻകരയും അടക്കമുള്ള വർക്കലയും അടക്കമുള്ള വിവിധ മുനിസിപ്പാലിറ്റികൾ നേടാൻ കഴിയും. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 23 പഞ്ചായത്തുകളിൽ വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ, ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഇത്തവണ 100ലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്.